ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ വിശാഖപട്ടണത്ത് എത്തി കേട്ടോ. വിശാഖപട്ടണത്ത് നിന്ന് ഞങ്ങൾ രാവിലെ തന്നെ ചായയും കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. എന്നാൽ പിന്നെ ബീച്ചിൽ പോകാം, ബീച്ചാണല്ലോ ഉള്ളത്. നേരെ ഞങ്ങൾ ബീച്ചിലോട്ട് പോയി. ആ ബീച്ചിൻ്റെ പേരാണ് പിന്നെ വല്ലാത്തൊരു പേര്, ഋഷികൊണ്ട ബീച്ച്. ഓക്കെ, ഋഷികൊണ്ട ബീച്ചിലോട്ട് പോയിക്കാണ്. അവിടെ പോകുമ്പോൾ അത് അവിടുത്തെ കാഴ്ചകളാട്ടോ. പോണ വഴിക്ക് നമ്മളവിടെ ഇറങ്ങിയ പാട് സാധനങ്ങളൊക്കെ വെച്ച് വെക്കുന്നുണ്ട്. കരിക്ക് ഓരോ സാധനം. അപ്പോൾ ഒരു കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഒരു കരിക്ക് കുടിച്ച് നോക്കുമ്പോൾ കാണുമ്പോൾ ഭംഗിയല്ലേ അത് കണ്ട. പക്ഷെ നമുക്ക് വാടിയതാണ് അവർ കൊത്തി തരുന്നത്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിങ്ങനെ തരുള്ളൂ എന്ന്. അപ്പോൾ പുതിയത് അവിടെ വെച്ചിട്ട് പഴയത് അവർ തരുള്ളൂ. അപ്പോൾ ആ ഒന്നിൽ ഞങ്ങൾ അവസാനിപ്പിച്ചു. അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇതൊക്കെ പറഞ്ഞ് അവരെയൊക്കെ ഇങ്ങനെ നോക്കി ഞങ്ങൾ പോവുകയാണ്. ബീച്ചിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. നേരെയായി വരിയായി എല്ലാവരും അതാ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതാ ഒരു പട്ടിക്കുട്ടി ആരോ കൊണ്ടുവന്നത്. ബീച്ച് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. പക്ഷെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഇറങ്ങാൻ തോന്നിയില്ല. തോന്നാത്തത് എന്താ വെച്ചാൽ നല്ല കാറ്റും നല്ല തണുപ്പുമായിരുന്നു. പക്ഷേ ഇതാ പിന്നെ ലെൻ ബേബീൻ്റെ അമ്മയും കൂടി അതാ അവിടെ നിന്ന് മണ്ണൊക്കെ വാരി മണ്ണപ്പം ചുട്ട് കളിക്കും. നമ്മുടെ പഴയ ഓർമ്മയിൽ കണ്ടോ, ചിക്കുണ്ട് അച്ചുമൊക്കെ ഉണ്ട്. അതാ പിന്നെ ലെൻ ബേബി ആണെങ്കിൽ അതിലൊരു പിന്നെ കുഴി വെച്ചിട്ടുണ്ട്, വെള്ളം കൊണ്ടുപോയിക്കാൻ. അതാ വെള്ളം കോരാൻ പോണവൻ. ആൾക്കാർ കളിക്കുന്നുണ്ട്. ഇതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നിന്നോട്ടോ. ആരും ഇറങ്ങിയില്ല സത്യം പറഞ്ഞാൽ. അവനവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതാണ്. അതാ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം കൊണ്ടുപോയിക്കാണ് കുളിക്കാൻ. കണ്ടോ, അത് ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിഞ്ചോടെ ഒന്ന് മണ്ണപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ചുണ്ട് സൈഡിൽ, ചിക്കുണ്ട് വേറെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ ആ ബീച്ചിൽ നിന്ന് ഋഷിക്കൊണ്ട ബീച്ചിട്ട് ആ ബീച്ചിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ പിന്നെന്താ കുതിര സവാരി ഉണ്ട്. ഒന്നിനും ഞങ്ങൾ കയറിയില്ല കേട്ടോ. ആൾക്കാർ കയറുന്ന ആസ്വദിച്ച് നമ്മളങ്ങനെ നിന്നു. നല്ല രസമായിരുന്നു. കാറ്റും കൊണ്ട് നല്ല കാറ്റായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇറങ്ങാൻ തോന്നുന്നത്. തണുപ്പും അത് രാവിലെ ആയിരുന്നല്ലേ, നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയ പാടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നിന്നു. അതൊരു രസമാണല്ലോ, കണ്ടുകൊണ്ടിരുന്നു ഗൈസ്. വെള്ളത്തിൻ്റെ ഉള്ളിലോട്ട് ഇതൊക്കെ കാലൊക്കെ നനച്ചു. പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല, അവിടെ നോക്കി നിന്നല്ലാണ്ട്. എനിക്ക് തണുത്തിട്ട് വയ്യായിരുന്നു. മോനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അവൻ്റെ പിന്നെ സ്വിമ്മിംഗ് പൂള് നിറയുന്നുമില്ല, വെള്ളം കോരിക്കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട്. ആൾക്കാരതാ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നോക്കി ഞങ്ങൾ നിന്നു കുറച്ച് നേരം, ഒരു അരമണിക്കൂറേ ഞങ്ങളവിടെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് ആൾക്കാരൊക്കെ പുറപ്പെടുന്നുണ്ട്. പിന്നെ കുട്ടികളെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒന്നിലും കയറിയില്ല കേട്ടോ. അല്ല, മോനെ കയറ്റിയിട്ടില്ല. അതാ വേറെ ആരോ കയറുന്നുണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെന്താ അവിടെ ഒരു പിന്നെ സബ്മറൈൻ മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയം കാണാൻ പോയി. അതാ കണ്ട മ്യൂസിയം. ആ മ്യൂസിയം എന്ന് പറഞ്ഞത് പിന്നെ ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത മുങ്ങിക്കപ്പലാട്ടോ. 1971 ഒറിജിനൽ മുങ്ങിക്കപ്പലാണ്. അതിപ്പം മ്യൂസിയം ആക്കിയേക്കണം. നമ്മൾ കുറേ നേരം അവിടെ നിന്നു. അത് ക്യൂവിൽ ടിക്കറ്റ് എടുക്കാൻ നിന്ന്. നല്ല വെയിലായിരുന്നു. അത് കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്ന്. പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ നല്ല രസമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാനുള്ള അനുവാദമില്ല കേട്ടോ. അവർ താമസിച്ച റൂമുകൾ, റെസ്റ്റ് റൂം, ഫുഡ് കഴിക്കുന്ന സ്ഥലം, ബാത്റൂം എല്ലാം നല്ല രസമായിരുന്നു അത് കാണാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അവിടെ അടുത്തൊരു ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തൊട്ടില്ലക്കൊണ്ട ബീച്ച്. ഓക്കെ, എൻ്റെ പേരൊക്കെ ഭയങ്കര കേട്ടോ ഗൈസ്, ക്ഷമിക്കണം ഇതിൽ തെറ്റുണ്ടെങ്കിൽ. അവിടെ പോയി. അപ്പോൾ അവിടെ ഒരു ആർച്ച് പിന്നെ പോലത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു, ഫോട്ടോ എടുക്കാൻ പറ്റിയ ആർച്ച്. അതന്വേഷിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വിശാഖിൽ അറിയപ്പെടുന്ന ഒരു ബീച്ചാണ് ഇത്. മെയിൻ ഒരു ആർച്ച് ഉണ്ട്, അതവിടെ നമുക്ക് കണ്ടുപിടിക്കാം. വരും. അപ്പോൾ അവിടെ ഒരു ആമ ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതിന് തട്ടി നോക്കിയ ജീവനില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അവിടെ പാറയൊക്കെ കണ്ടു. വെള്ളം വന്നടിച്ചിട്ട് നല്ല റെഡ് കളറായിരുന്നു കേട്ടോ. പാറ വെള്ളമടിക്കുമ്പോൾ നല്ല രസമായിരുന്നു. ഞാൻ അവിടെ നിന്ന് കുറേ കല്ലൊക്കെ പെറുക്കിക്കൊണ്ടുപോകും. അതായത് എവിടെ ബീച്ചിൽ പോയാലും ഞാൻ കുറച്ച് കല്ല് പെറുക്കിക്കൊണ്ടുപോയിരുന്നുണ്ട്. കണ്ടോ, അങ്ങനെ നമ്മൾ ആ ആർച്ച് എൻ്റെ അടുത്തെത്തി ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ അവിടെ നല്ല തിരക്കാണ്.
അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് സംഭവം. നല്ല രസമായിരുന്നു കേട്ടോ. അത് അതിൻ്റെ ഉള്ളിൽ കൂടി തിരയടിച്ച് വന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമായിരുന്നു. ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്നു, ഒരു വില്ല് പോലെ എന്നാ. അപ്പം നമുക്ക് സ്പേസ് കിട്ടി, നമ്മൾ വേഗം ഫോട്ടോ എടുത്ത് വേറൊരാളെടുത്ത് തന്നാ കേട്ടോ നമുക്ക് ആ ഫോട്ടോ. അതും കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ചായ കുടിക്കാനുള്ള പോക്കാട്ടോ, കുംഭകോണം കോഫി, അങ്ങോട്ടേക്ക് പോയിന് ചായ കുടിക്കാൻ. മുംബൈ കുൾഫി. ഇവിടെ കോഫിക്ക് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വരും എന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കണം. മോനാണ് തിരക്കിടിച്ച് നിൽക്കണം. ഇപ്പോൾ വരുമോ? വന്നു. നമ്മൾ കോഫി എടുത്ത ഓരോരുത്തർ. നല്ല കോഫിയായിരുന്നു. എല്ലാവരും കോഫിയെ കുടിച്ച് പിന്നെ രാത്രി ഞങ്ങൾ വീട്ടിലോട്ട് പോയല്ലേ ഫുഡ് ഉണ്ടാക്കണ്ടേ. അപ്പം മീൻ കണ്ടപ്പോൾ ഞങ്ങളവിടെ വണ്ടി ചാവിട്ടി നിർത്തി. മീൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്നൊരു വികാരമാണല്ലോ ഗൈസ്. അത് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി. അപ്പോൾ നോക്കുമ്പോൾ കുറേ ചേച്ചിമാർ മീൻ മുറിക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ കഥയൊക്കെ അവരോട് കുറച്ച് പറഞ്ഞു. അവർ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ എടുത്തോട്ടെ എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആഗോലിയും വാങ്ങി, കുറച്ച് ഞണ്ടും വാങ്ങി. ഫ്രഷ് മീനായിരുന്നു കേട്ടോ. അത് രണ്ടും വാങ്ങി ഞങ്ങൾ കറി വെച്ചു. വീട്ടിലോട്ട് പോയിട്ട് ഞങ്ങൾ മീനൊക്കെ, അത് താമസിച്ച സ്ഥലം കേട്ടോ. നല്ല ഒരു എന്താ ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. 3 ബെഡ്റൂം, ഹോള്, അടുക്കള എല്ലാം നല്ല സെറ്റപ്പിലായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഞങ്ങൾ ഇതൊക്കെ വൃത്തിയാക്കി. മീനൊക്കെ പിന്നെ കട്ട് ചെയ്തതായിരുന്നു. ഞണ്ട് മുറിച്ച് തന്നില്ല. ഞണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് തന്നെ നന്നാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. നല്ല ഞണ്ടാണ്. ആ ഞണ്ടിന് വേറൊരു കളറ് കണ്ടോ. 3 ഞണ്ട് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പരിപ്പ് കറി വെച്ചു, ഞണ്ട് ഫ്രൈ ആക്കി കണ്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഐക്കുറ വാങ്ങിയില്ലേ, ഐക്കുറയിൽ കുറച്ച് ഞങ്ങൾ മുളകിട്ട് കുറച്ച് പൊരിച്ചു. ഐക്കുറ കറി അതാ, മുളകിട്ടത് ഐക്കുറ, പരിപ്പ് കറി, ഐക്കുറ പൊരിച്ചത്. പിന്നെ ഞങ്ങൾ ദോശ ഉണ്ടാക്കി. ദോശമാവൊക്കെ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു. എല്ലാം എന്തായാലും ഞങ്ങൾ പോണതല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക. അടുത്ത വീഡിയോ നെക്സ്റ്റ് ഇതിൻ്റെ ബാക്കി വരുന്ന കേട്ടോ. ഓക്കെ, ബൈ.